എല്ലാവർക്കും ഫിൽഫിൽ കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വനില കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 6 എഗ്ഗാണ്. ഈ 6 എഗ്ഗിൻ്റെ മഞ്ഞ വേറെയും വെള്ള വേറെയുമായിട്ടാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിന് ശേഷം മഞ്ഞ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. മഞ്ഞയിലേക്ക് 1 കപ്പ് ഷുഗറിൽ നിന്ന് പകുതി ഷുഗറും അതേപോലെ ഒരു 1/4 കപ്പ് ഓയിൽ, 1/4 കപ്പ് മിൽക്ക് ഇവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതേപോലെ വെള്ളയിലേക്ക് ബാക്കിയുള്ള ഷുഗർ കൂടി ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് അതും ഒന്ന് മാറ്റി വെക്കാം. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ എളുപ്പത്തിലാണ്. അതേപോലെ ഞാനിത് ഓവണൊന്നും ഇല്ലാതെയാണ് ഈ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ കുക്കറിലാണ് ഞാനിത് കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളയും നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/2 ടീസ്പൂൺ വാനില. ഇതൊരു അരിപ്പയിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ അരിച്ച് മാറ്റണം. ഇതിങ്ങനെ അരിക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ കട്ടകളൊന്നും ഉണ്ടാവില്ല, നല്ലതുപോലെ മിക്സ് ആവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ നല്ലതുപോലെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ മാറ്റി വെച്ച മഞ്ഞയിലേക്കാണ് ഇത് നമ്മൾ അരിച്ച് മാറ്റുന്നത്. അപ്പോൾ ഇത് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 1/4 ടീസ്പൂൺ സാൾട്ട് കൂടി ചേർത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് ഇതേപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഇവ മിക്സായതിനു ശേഷം നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ വെള്ളം അത് കുറച്ചായിട്ട് ഇതിൽ ചേർത്ത് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കണം. അത് ഒന്നായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്യരുത്. ഇത് നിങ്ങൾ കാണുന്ന അതേ രീതിയിൽ തന്നെ കുറച്ചായിട്ട് ചേർത്ത് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കണം. വളരെ സ്പീഡിൽ മിക്സ് ആക്കരുത്. നിങ്ങൾ കാണുന്ന അതേ രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ബാറ്റർ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇത് റെഡിയായതിനു ശേഷം നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു കുക്കർ ഒരു സ്റ്റൗവിൽ വെച്ചതിന് ശേഷമാണ് ഞാനിത് ചെയ്യുന്നത്. അതിൽ കുറച്ച് ഓയിൽ ചേർത്തു. അത് എല്ലാ ഭാഗങ്ങളിലേക്കും കുറച്ച് ഒന്ന് മിക്സാക്കി മുകളിലേക്കൊന്നും ആക്കാതെ അടിഭാഗങ്ങളിൽ തന്നെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം കേക്കിൻ്റെ ബാറ്റർ നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതൊരു 5 ലിറ്ററിൻ്റെ കുക്കറാണ്. ഇതിലേക്കാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊരു കേക്കിൻ്റെ ബാറ്റർ അതിൽ ഒഴിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കതൊന്ന് മൂടി വെക്കാം. ഒരു 25 മിനിറ്റിന് ശേഷമാണ് നമുക്ക് ഈ കേക്ക് റെഡിയായിട്ട് കിട്ടുന്നത്. 25 മിനിറ്റ് സമയമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്. അപ്പോൾ നമുക്കതിനെ നോക്കാം എങ്ങനെയുണ്ട് എന്ന്. കുത്തി നോക്കാം. അപ്പോൾ പൊടികളൊന്നുമില്ല, നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് നോക്കാം. നല്ല സോഫ്റ്റുള്ള വനില കേക്കാണ്. അപ്പോൾ ഇനിയും നമുക്ക് കേക്കിൻ്റെ ബാക്കിയുള്ള പരിപാടിയിലേക്ക് നോക്കാം. അപ്പോൾ ഇതിനെ നമുക്കിനി ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിൽ ക്രീം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് ഇതേപോലെ 3 പീസായിട്ടാണ് ഞാൻ ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിനെ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിയെടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കേണ്ടതുണ്ട്. അത് ഞാനൊരു 1/4 കപ്പ് വെള്ളത്തിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഷുഗർ റെഡി ആയിട്ടുണ്ട്. അത് സിറപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് ക്രീം റെഡിയാക്കി എടുക്കണം. അത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. അത് നമുക്കറിയാം, നല്ല സ്റ്റിഫായിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് ഇനി വേണ്ടത് 3 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറാണ്. അതുകൂടി ഇതിൽ ആഡ് ചെയ്യണം. അത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചായിട്ട് അതിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതുകൂടി അതിൽ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ
ക്രീം റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഞാൻ ഐസിങ് ഷുഗർ പറഞ്ഞതുപോലെ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 1.5 കിലോ കേക്കിന് വേണ്ടിയിട്ടാണ് ഞാനിത് റെഡിയാക്കിയത്. ഇത് നമ്മുടെ ഒരു പാർട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. 1.5 കിലോ തൂക്കത്തിലാണ് ഈ കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്രീം സ്റ്റിഫായി നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ഒരു ബോർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ബോർഡിൽ കുറച്ച് ക്രീം വെച്ചതിന് ശേഷം നമുക്ക് ആദ്യത്തെ ലെയർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നേരത്തെ ഞാൻ റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പാണ്. ഈ സിറപ്പ് ഇതിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. നല്ല നനവ് വരണം കേക്കിന്. അപ്പോൾ നമ്മുടെ കേക്കിന് നല്ല ടേസ്റ്റ് കൊടുക്കുള്ളൂ. അപ്പോൾ അത് ചെയ്ത് നല്ല നനവ് വന്നതിന് ശേഷമാണ് നമ്മുടെ ക്രീം കൊടുക്കേണ്ടത്. അത് ക്രീം എല്ലാ ഭാഗങ്ങളും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അടുത്ത ലെയർ കൂടി വെച്ചിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ ലെയറിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷുഗർ സിറപ്പ് നല്ലതുപോലെ ചേർത്ത് നല്ല നനവൊക്കെ കിട്ടിയതിന് ശേഷം വീണ്ടും അതേപോലെ തന്നെ ക്രീം ചേർത്ത് എല്ലാ ഭാഗങ്ങളും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മൂന്നാമത്തെ ലെയറും അതേപോലെ തന്നെ ചെയ്യണം. എന്നിട്ട് ക്രീം എല്ലാ ഭാഗങ്ങളും നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം സൈഡുകളൊക്കെ നല്ല സ്മൂത്താക്കിയതിന് ശേഷമാണ് നമ്മുടെ കേക്ക് റെഡിയാണ്. ഇത്രയും സിമ്പിളായിട്ടാണ് ഈ കേക്ക് ഞാൻ ചെയ്തിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ മൂന്നാമത്തെ ലെയറാണിത്. നല്ലതുപോലെ ഷുഗർ സിറപ്പെല്ലാം കൊടുത്തു. ഇനി ഇതേപോലെ തന്നെ ക്രീമെല്ലാം കൊടുത്തു. ഇനി എല്ലാ ഭാഗങ്ങളിലും സൈഡ് വശങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും ഇത് തേച്ച് പിടിപ്പിച്ച് കാണുന്നതുപോലെ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. സൈഡുകളെല്ലാം നല്ല സ്മൂത്തായിട്ട് വന്നതിന് ശേഷം ഇതാണ് നമ്മുടെ ക്രീം വാനില കേക്ക്. അപ്പോൾ നമ്മുടെ കേക്ക് ഇതേപോലെ സ്മൂത്തായിട്ട് നമ്മൾ റെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ പൈപ്പിംഗ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നത് താഴെയും മുകളിലും ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെറിയൊരു രീതിയിലുള്ള പൈപ്പിംഗാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി മുകളിലും അതേപോലെ തന്നെ പൈപ്പിംഗ് ചെയ്യണം. ഇതേപോലെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്പ്രിങ്കിൾസ് അതിൽ ചേർത്ത് കൊടുക്കാം. പൂർണ്ണമായിട്ട് ചേർക്കേണ്ട, കുറച്ച് സൈഡ് വശങ്ങളിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലെന്തെങ്കിലും ബർത്ത്ഡേക്ക് കൊടുക്കണമെങ്കിൽ ബർത്ത്ഡേ അത് ആരെന്തെങ്കിലും പേര് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യണം. അതേപോലെ തന്നെ ചാനൽ